Hello everyone. ഈ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് ഡിവൈൻ ഫെമിനിൻസിന്റെ സോൾ ബോണ്ടിനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലെയിം ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡിവൈൻ ഫെമിനിൻസിന്റെ സോൾ ബോണ്ടിൽ നിന്നാണ്. നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മൂഡ്സ്, അതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫ് നടക്കുക, അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മുടെ സെൽഫിന്റെ കർമ്മ നടക്കുന്നത് നമ്മുടെ സോള് അല്ലെങ്കിൽ നമ്മുടെ സോളിന്റെ പ്രോഗ്രാമിംഗ് അനുസരിച്ചാണ്. സോളിന്റെ പ്രോഗ്രാമിംഗ് ശരിയായില്ലെങ്കിൽ നമ്മുടെ സോളിന്റെ പ്രോഗ്രാമിംഗിൽ മൂഡ്സോ ബാഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ് ചിന്താഗതികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താവും, ഒരുപാട് കർമ്മ വരും. നമ്മുടെ സെൽഫിന് എന്താവും, ഒരുപാട് കർമ്മ ഡീൽ ചെയ്യേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ സോള് എന്ന് പറയുന്നത് ഡിവൈൻ ഫെമിനിൻ ആണ്, സെൽഫ് എന്ന് പറയുന്നത് ഡിവൈൻ മസ്കുലിൻ ആണ്. ജിൻ ഫ്ലെയിം കൗണ്ടർ പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡിവൈൻ ഫെമിനിന് സോൾ കൊണ്ടുണ്ടെങ്കിൽ ഡിവൈൻ മാസ്കുലിൻസ് അതിന്റെ കർമ്മ തീർക്കുന്നതായിട്ട് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നോക്കുമ്പോൾ സ്ത്രീക്ക് അവളുടെ ആ ഒരു പരമാധികാരത്തിലേക്ക് അല്ലെങ്കിൽ സോവറിറ്റിയിലേക്ക് പോവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സെൽഫിലേക്ക് അവളുടെ ആ ഒരു മസ്കുലിൻ എനർജി അവളെ പ്രൊട്ടക്ട് ചെയ്യാനില്ലെങ്കിൽ, അവൾക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവള് ബാഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ് കോഡിപ്പെൻഡൻസിയിൽ വെച്ചിട്ട് സോഷ്യലി ഒരു നല്ല സ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവൾക്ക് സോൾ വൂണ്ട്, അവള് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് സോൾ വൂണ്ട്. നമ്മൾ കരുതും ഇത് ഒരു തരത്തില് പുരുഷന്മാർക്ക് ഹെൽപ്പ് ആണെന്നുള്ളത്, അവർക്ക് കൺട്രോളിങ് ആവാം എന്നുള്ളത്. എന്നാല് ഇത്തരത്തിലുള്ള ഒരു സോൾ വൂണ്ട് ഒരു പാതി ഭാഗത്തെ സൊസൈറ്റിക്ക് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ബാക്കി പാതിക്ക് അതിന്റെ കർമ്മ എടുക്കേണ്ടി വരും. അവരുടെ ലൈഫ് എവിടെയും എത്താത്ത രീതിയിൽ പോകുന്നത് കാണാം. അതിന് കാരണം സോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഡിവൈൻ ഫെമിനിൻ എസൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനും അതിനെ കൺസ്യൂം ചെയ്യാനും ശ്രമിക്കുന്നത് കൊണ്ടാണ്. അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫ്ലോ നിലനിർത്താനും അത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തില്ലെങ്കിൽ, ആ ഒരു ഡിവൈൻ ഫെമിനിൻ എസൻസിനെ ബ്ലൂം ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ മാസ്കുലിൻ കളക്റ്റീവ് എവിടെയും എത്തില്ല. കാരണം അവര് ലൈഫിൽ ബ്ലൂം ചെയ്യുന്നത് അവളുടെ എസൻസിൽ നിന്നാണ്, അവളുടെ ഗൈഡൻസിൽ നിന്നാണ്, അവളുടെ ക്രിയേഷൻ ആണ് എല്ലാം. അപ്പോ ഈ ഒരു സോളിന്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് ഡിവൈൻ ഫെമിനിൻസ് തിരിച്ചറിയാറുണ്ടോ? ഡിവൈൻ ഫെമിനിൻസ് അവർക്കറിയാം അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം, ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു കാര്യം, എന്തോ ഒരു മുറിവുണ്ട് എന്നുള്ളൊരു കാര്യം. എന്നാൽ അത് എങ്ങനെ തീർക്കും എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ലൈഫ് എങ്ങനെ ശരിയാക്കാം എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം പുറത്ത് അതിന് നല്ലൊരു എക്സാമ്പിൾ ഇല്ല. അവൾക്ക് വേറൊരാളെ കൂട്ട് വേണം, അവള് ഡിപ്പെൻഡൻസിയിലാണ്. അപ്പൊ അതാണ് അവളുടെ മാസ്കുലിൻ എനർജിയിലുള്ള വൂണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോ സോൾ ബോണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ കാണാൻ കഴിയില്ല, എന്നാലും നമുക്കറിയാം എന്തൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്നാൽ ലൈഫ് എവിടേക്കും മൂവ് ചെയ്യുന്നില്ല. എന്നാല് അവളെ ഡിപ്പെൻഡ് ചെയ്ത് അവളുടെ ആ ഒരു സോഴ്സ് എനർജിയിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാര് അവർക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളിൽ ഉള്ള ചിന്താഗതിയിലേക്കാളും മുന്നേറാൻ കഴിയില്ല. അവളിൽ എന്ത് പ്രോഗ്രാം ആണോ ഉള്ളത് അതനുസരിച്ചിട്ട് ആ ഒരു മാസ്കുലിൻ പുരുഷ വിഭാഗത്തിന് എന്താ മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അവള് വളരെ കൺട്രോൾഡ് ആയിട്ട്, അവള് സാക്രിഫൈസിങ് ആയിട്ട്, അവളുടെ എനർജിയും എസൻസും ലീക്ക് ചെയ്യുന്ന രീതിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പുരുഷ വിഭാഗം കരുതും സ്ത്രീ ഇങ്ങനെയാണ് എന്നുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് അവരുടെ പാതിയെ നഷ്ടപ്പെടും, അവരുടെ എസൻസിനെ നഷ്ടപ്പെടും, അവരുടെ സോഴ്സിനെ ബഹുമാനിക്കാൻ അവർക്ക് കഴിയില്ല. പുറത്തൊരാളെ നമുക്ക് സ്ത്രീ എന്ന നിലയിൽ അവരുടെ പരമാധികാരത്തെയും അതോറിറ്റിയെയും അവരുടെ മേലെയുള്ള ഒരു സോഴ്സിനെയും നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഴ്സ് പേഴ്സൺ എന്ന രീതിയിൽ അവരുടെ ഉള്ളിലെ ചൈതന്യത്തിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ജീവിതത്തിലും ആ ഒരു ഡിസ്റെസ്പെക്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ സോഴ്സ് ഉള്ള ഒരാളെ ഇതുപോലെ ഒരു ഡിവൈൻ ഫെമിനിൻ സോഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ലൈഫ് എവിടെയും പോവില്ല, മാസ്കുലിൻ കളക്റ്റീവിന്റെ ലൈഫ് എവിടെയും പോവില്ല, അവന് ഗൈഡൻസ് എവിടെ നിന്നും കിട്ടില്ല, അവന്റെ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും, ചിന്താഗതികൾ വളരെ ലോ ആയിരിക്കും, വളരെ
നമ്മുടെ പറയാം ഒരു സോളിന്റെ ഒരു ഫ്രീക്വൻസി ലെവലിൽ വളരെ അടിത്തട്ടിലേക്ക് അവൻ പോകുന്നത് കാണാൻ കഴിയും. ഒന്നും കൊണ്ടല്ല, ഒരു ഡിവൈൻ ഫെമിനിൻ എസൻസ് അതിനെ തളച്ചിട്ടിരിക്കുന്ന രീതിയിൽ, അതിനെ ലീക്ക് ചെയ്യുന്ന രീതിയിൽ, കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതിന്റെ ശരിയായ സ്വരൂപത്തിലേക്ക് അവൾക്ക് പോകാൻ കഴിയാത്തതിന് കാരണം അവളെ അവളുടേതായിട്ടുള്ള രീതിയിൽ ബ്ലൂം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രല്ല, അവൾ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അവൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല, അതാണ് സോളുമുണ്ട്. അത് അവൾക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അവൾക്ക് ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കും ആ ഒരു അവളുടെ തന്നെ ഒരു എസൻസിലേക്കും അവളുടെ തന്നെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് മൂവ് ചെയ്യാൻ കഴിയാത്തതെന്ന് അവൾക്ക് തന്നെ കാണാൻ കഴിയുന്നില്ല. അവൾക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം. അതിന് കാരണം ഇതുപോലെ സോളുമുണ്ടാണ്. അപ്പൊ സോളുമുണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ചുറ്റിലുള്ള ഒരു ലൈഫിന്റെ ആ ഒരു ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് അളക്കാൻ സാധിക്കും. ഇതാണ് ബേസിക് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സോൾവുഡിനെ പറ്റിയിട്ട് പറയാനുണ്ട്. ഞാനത് പറയാം. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് സോൾവുഡിനെ അറിഞ്ഞിരിക്കാം. സോൾവുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ വന്നിട്ടുള്ള ഒരു ഒടിവാണ്. ഒരു ആളുടെ ഒരു ഊർജപരമായിട്ടും ആത്മീയപരമായിട്ടും ഉള്ള ഒരു ബ്ലൂ പ്രിന്റില് വളരെ അടിസ്ഥാനപരമായിട്ട് വന്നിട്ടുള്ള ഒരു മുറിവാണ് സോൾ വൂണ്ട്. അതൊരു സാധാരണ ഇമോഷണൽ ആയിട്ടുള്ള മുറിവല്ല. ഒരു ദിവസം ഒരു ചീത്തയായ ദിവസം ഉണ്ടായത് കൊണ്ടോ, ഒരു റെഗുലർ ആയിട്ട് ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു തല്ലുകൂട്ടം ഉണ്ടായത് കൊണ്ടോ അതിൽ നിന്നുള്ള വിഷമമൊന്നും അല്ല സോൾ വൂണ്ട് എന്ന് പറയുന്നത്. സോൾ വൂണ്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വളരെ പ്രൈമൽ ആയിട്ടുള്ള ഒരു നമ്മുടെ കോൺഷ്യസ്നെസ് ബോധതലത്തിൽ വന്നിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കീറലാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ, നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു അവകാശത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ബാധിക്കുന്നു. നമ്മുടെ സേഫ്റ്റി, നമുക്ക് എത്രമാത്രം സേഫ് ആയിട്ട് തോന്നുന്നുണ്ട് ലൈഫ് അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് പറയുന്നത്, അതിനെ കാണുന്നതിനെ ബാധിക്കുന്നു. നമ്മുടെ ദൈവത്തോടുള്ള കണക്ഷനെ ബാധിക്കുന്നു. നമ്മള് ഒരു ഉണങ്ങാത്ത സോൾ വൂണ്ടിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ലൈഫ് മുഴുവനായിട്ട് അതിനെ, ആ ഒരു വൂണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായി മാറും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ് ലോങ് ഈ സോൾ വൂണ്ടിനെ ആരും തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫൻസസ് വെക്കുന്നതും, ഡിഫൻസസ് എന്ന് പറഞ്ഞാല് പ്രതിരോധം വെക്കുന്നതും അങ്ങനെ ജീവിച്ചു പോകുന്നതും കാണാം. പക്ഷേ ആ ഒരു നെർവില് നമ്മളെ തട്ടാണ്ടിരിക്കാൻ, നമ്മളെ തോണ്ടാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ എത്ര പ്രാവശ്യം ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളെ ഡിവൈൻ ഫെമിനിൻസിന്റെ ആ നെർവില് തന്നെ തോന്നുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് നമുക്ക് ഹീലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾ വൂണ്ടിനെ തിരിച്ചറിയേണ്ട ആവശ്യകത എന്ന് പറയുന്നത്. ഡിവൈൻ ഫെമിനിൻസിന് ആദ്യം ഹീലാവണം. അപ്പോ നമ്മള് ഈ സോൾ വൂണ്ടിനെ മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആത്മീയമായിട്ടുള്ള അതോറിറ്റിയിലേക്ക് നമുക്ക് പോവാനുള്ള ഒരു അവസരം തരുന്നതായിരിക്കും. നമുക്ക് സോൾ വൂണ്ടിന്റെ ഒരു ഘടന പഠിക്കാം, എങ്ങനെ അത് പ്രവർത്തിക്കുന്നു, നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഷിഫ്റ്റ്, അതിനെ ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുമായിട്ട്. ആദ്യം നമുക്ക് സോൾ വൂണ്ടിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ഘടന, കോറായിട്ടുള്ള ആർക്കിടെക്ചർ നോക്കാം. അതാണ് ഒരു പ്രൈമൽ ലൈ, അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരു നുണ ആണ് സോൾ വൂണ്ടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്.
എല്ലാ സോൾ കൊണ്ടും ഉണ്ടായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനപരമായിട്ട് ഒരു ഫൗണ്ടേഷനില് വന്നിട്ടുള്ള, അതായത് അടിത്തറയിൽ വന്നിട്ടുള്ള ഒരു ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ഘടന കാരണമാണ്. അതിനെയാണ് നമ്മൾ പ്രൈമൽ ലൈ, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള നുണ. അത് നമ്മുടെ ഈഗോ ഒരു ലോവർ ഫ്രീക്വൻസിയിലുള്ള ഒരു പരിസ്ഥിതിയിൽ നിലനിന്ന് പോവാൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു നുണയാണ്. ഇപ്പോ നമ്മള് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ചാനൽ ചെയ്യുന്ന ആളുകള്, എംപാത്തുകള്, സോൾ വുഡ് എന്ന് പറയുന്നത് താഴെ ഞാൻ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒന്നാമത്തത് എന്ന് പറയുന്നത് ദ വൂണ്ട് ഓഫ് ഒബ്ലിറ്ററേഷൻ. ഞാൻ ചാറ്റിൽ എഴുതാം. ദ വൂണ്ട് ഓഫ് ഒബ്ലിറ്ററേഷൻ, അതാണ് ഒന്നാമത്തെ വൂണ്ട്. രണ്ടാമത്തെ വൂണ്ട് ഞാൻ പിന്നെ പറയാം. ഒന്നാമത്തെ വൂണ്ട് നമുക്ക് ആദ്യം പറയാം. നമ്മള് എപ്പോഴും ഹൈപ്പർ വിജിലന്റ് ആയില്ലെങ്കിൽ, നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നശിച്ചു പോവും എന്നുള്ളൊരു ധാരണ. നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ, നമ്മുടെ എനർജി പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ശരിയാക്കിയില്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ശരിയാവാതെ പോവും എന്നുള്ള ധാരണ. ഇതാണ് ആദ്യത്തെ വൂണ്ട്. രണ്ടാമത്തെ വൂണ്ട് എന്ന് പറയുന്നത് ദ വൂണ്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. വൂണ്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാറ്റിൽ എഴുതാം. ദ വൂണ്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. എന്റെ വെളിച്ചം, എന്റെ ആ ഒരു കെയറിങ് ആയിട്ടുള്ള നാച്ചർ, എന്റെ നർച്ചറിങ് ആയിട്ടുള്ള ആബിലിറ്റി, അതിന് വില വരുന്നത് ഞാൻ ബാക്കിയുള്ളവർക്ക് അത് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളൊരു കാര്യം. ബാക്കിയുള്ളവരെ അത് കൺസ്യൂം ചെയ്യാൻ അനുവദിക്കുമ്പോൾ, അവരത് എടുത്തുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് എൻ്റെ ഉള്ളിലെ ഈ ഒരു ഭാഗങ്ങൾക്ക് വില വരുന്നത് എന്നുള്ളൊരു തോന്നല്. അതാണ് രണ്ടാമത്തെ സോൾ വൂണ്ട്. മൂന്നാമത്തെ സോൾ വൂണ്ട് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ അറിയുന്ന ഒരു വൂണ്ടാണ്. നമ്മളെപ്പോൾ ഇതിന് തന്നെയാണ് വൂണ്ട് എന്ന് കോമൺലി പറയാറുള്ളത്. അതാണ് ദ വൂണ്ട് ഓഫ് സെപ്പറേഷൻ. ദ വൂണ്ട് ഓഫ് സെപ്പറേഷൻ. വൂണ്ട് ഓഫ് സെപ്പറേഷൻ എന്താണ് പറയുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഉള്ളിലെ പവിത്രതയെ സംരക്ഷിക്കാൻ എന്നുള്ളൊരു കാര്യം. ഞാൻ ഒറ്റയ്ക്കാണ് ഒരു പവിത്രമായ വസ്തുവിനെ സംരക്ഷിക്കാൻ, ഒരു വൾനറബിളായ പവിത്രമായ വസ്തുവിനെ സംരക്ഷിക്കാൻ. യൂണിവേഴ്സ് അതിനെ സംരക്ഷിക്കില്ല അതിൻ്റെതായ രീതിയിൽ. ഞാൻ അതിനെ സംരക്ഷിക്കാനായിട്ട് ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ യൂണിവേഴ്സ് ഒന്നും നോക്കില്ല. യൂണിവേഴ്സ് പാരന്റ്സിന്റെ പോലെ, പണ്ട് ആ പാട്ട് ചെയ്ത പാരന്റ്സിന്റെ പോലെ എന്താണ്, അത് ഡിവൈൻ ഫെമിനിന്റെ കുറവുകൊണ്ടാണ് ഇട്ടിട്ട് പോവും എന്നുള്ളൊരു തോന്നല്. എന്താണ്, യൂണിവേഴ്സും അങ്ങനെ ചെയ്യും, യൂണിവേഴ്സ് നല്ലതിനെ പ്രൊട്ടക്ട് ചെയ്യില്ല എന്നുള്ളൊരു തോന്നല്. ഞാൻ അതിനു വേണ്ടി ചെയ്തില്ലെങ്കിൽ, ഞാനാണ് നല്ലത്, ഞാൻ നല്ലതാണ്, എനിക്കതിന് കഴിയും, എനിക്ക് രക്ഷിക്കണം, എല്ലാ സാക്രഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ തന്നെ രക്ഷിക്കണം എന്നുള്ളൊരു തോന്നല്. എന്നാല് നമുക്കറിയാം ഈ 3 വൂണ്ടുകളും നമുക്കൊരു എക്സിസ്റ്റൻസിന് ഉള്ളൊരു ത്രെറ്റ് ആയിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സിസ്റ്റൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും?
നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെയും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു വലിയ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോട്ട തന്നെ നിർമ്മിക്കും. അതുകൊണ്ടാണ് അവിടെയാണ് നമ്മളുടെ ആ ഒരു വാരിയർ ആയിട്ടുള്ള ഫ്രീക്വൻസി ഉടലെടുത്തത്. നമ്മുടെ ഡിവൈൻ ഫെമിനിൻ നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നത് ശക്തിയായിട്ടാണ്, ദുർഗയായിട്ടാണ്, സതിയായിട്ടാണ് ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ഡിസ്ട്രക്ഷൻ, പ്രൊട്ടക്ഷൻ, ആർമർ നമ്മുടെ. അപ്പോ നമ്മുടെ ആ ഒരു കവചത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളെ ശക്തി സ്വരൂപത്തെ കാണുന്നത്. അത് നമ്മുടെ വേക്കനിങ്ങുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ശക്തി സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആയുധങ്ങള്, നമ്മുടെ ഹൈപ്പർ വിജിലൻസ്, നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്, നമ്മുടെ ആ ഒരു സർവൈവൽ സ്റ്റേറ്റ്, അതിന് വേണ്ടത് അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരു പാരന്റ് ആണ്, മാതാപിതാ ആണ്, അത് ശക്തി സ്വരൂപയാണ്. അതുകൊണ്ട് അറിയാം നമ്മൾ ഡിവൈൻ ഫെമിനിൻസ് അട്രാക്ട് ആവുന്നത് ശക്തി സ്വരൂപയായ ദേവിയോടാണ്. അതായത് നമുക്ക് പറയാം ശക്തിയോടും ദുർഗയോടും വൈഷ്ണോദേവിയോടും അവരോടൊക്കെയാണ് നമ്മുടെ ഡിവൈൻ ഫെമിനിൻസ് അട്രാക്റ്റഡ് ആവുന്നതും ആ ഒരു കൺസെപ്റ്റിനോടാണ് അട്രാക്റ്റഡ് ആവുന്നതും. അതുകൊണ്ട് ഇത്തരത്തില് നമ്മൾ എനർജറ്റിക് ഡിഫൻസിൽ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മള് ഒരു മാസീവ് ആയിട്ടുള്ള ആ ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി, സോഴ്സ് എനർജി അതിനു വേണ്ടി കൊടുക്കുന്നത് കാണാം. നമ്മളെപ്പോഴും എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സ്കാൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ നമുക്കറിയാം സോളി വൂണ്ട് എന്ന് പറയുന്നത് വൂണ്ടുണ്ടായത് പോട്ടെ, ആ വൂണ്ടിനെ ഉപയോഗിക്കാനുള്ള, ആ വൂണ്ടിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങള് മെട്രിക്സില് കാണാൻ കഴിയും, നമ്മുടെ റിയാലിറ്റിയിൽ കാണാൻ കഴിയും. ഇപ്പോ മെട്രിക്സ് ഈ ഒരു വൂണ്ട് ഒരു എക്സ്ട്രാക്ഷൻ ആയിട്ടാണ് നമ്മുടെ സോഴ്സ് എനർജി ഊറ്റിക്കുടിക്കാനുള്ള ഒരു ഹുക്ക് ആയിട്ട് ഉപയോഗിക്കും. അതായത് നമ്മുടെ ട്രോമകളെ വീണ്ടും വീണ്ടും അതിൽ കുത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ ഇന്ന് മാസീവ് ആയിട്ടുള്ള ഒരു വലിയ എമൗണ്ട് സോഴ്സ് എനർജി പ്രവഹിക്കും. ഈ സോഴ്സ് എനർജിയിൽ എക്സ്ട്രാക്ട് ചെയ്തു അതിൽ ഫീഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം മാസ്കുലിൻ കളക്റ്റീവ് മുഴുവനായിട്ടും സോഴ്സ് എനർജിയിലെ എക്സ്ട്രാക്ട് ചെയ്ത് ജീവിക്കുന്നത് കാണാൻ കഴിയും. മാസ്കുലിൻ കളക്റ്റീവ് എന്നല്ല, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ആളുകൾ, നാർസിസിസ്റ്റ്, അങ്ങനെ പ്രിഡേറ്ററി നേച്ചറുള്ള ആൾക്കാർ, ഡിവൈൻ മാസ്കുലിൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അവരിലും പലപ്പോഴും ഈ നേച്ചർ കാണാം. അപ്പോ അത് നമ്മൾ ഡിസ്റ്റോർട്ടഡ് ആയി പോകുമ്പോൾ നമ്മൾ സോഴ്സ് എനർജിയെ കൺസ്യൂം ചെയ്യാൻ നോക്കും. നമ്മളിൽ ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഊറ്റി കുടിക്കാൻ നോക്കും. അപ്പോ സോഴ്സ് എനർജി ഉള്ള ആളുകളാണ് ഡിവൈൻ ഫെമിനിൻ കളക്റ്റീവ്. അപ്പൊ അവരിൽ നിന്ന് അവരുടെ സോഴ്സ് എനർജി കൂട്ടാനുള്ള, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു കൊളുത്ത് എന്താണ്? അതാണ് അവരുടെ സോൾ വൂണ്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോ മെട്രിക്സ് ഇത്തരത്തില് നമ്മുടെ വൂണ്ട് ഉപയോഗിച്ച് നമ്മുടെ എനർജി ഊറ്റിയെടുക്കും. കാരണം ഡിവൈൻ ഫെമിനിൻ കളക്റ്റീവിലാണ് സോഴ്സ് എനർജി ഉള്ളത്. സോഴ്സ് എനർജി ഇല്ലാത്തവരെന്ത് ചെയ്യും? ഡിവൈൻ ഫെമിനിൻ കളക്റ്റീവിന്റെ അടുത്ത് വരും. അവരുടെ സോൾ വൂണ്ടിൽ എന്ത് ചെയ്യും? ആ ഒരു കുത്തും. അവിടെ നമുക്ക് എന്താ വേദന എടുക്കുമ്പോൾ അവര് അതിൽ നിന്ന് എനർജി അവർക്ക് കിട്ടും. എന്നാല് ഇത് നമുക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇതിനെ എങ്ങനെ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് അല്ലെങ്കിൽ വേറൊരാള് നമ്മളെ ട്രിഗർ ചെയ്യുമ്പോൾ നമുക്ക് ആ വൂണ്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഡിവൈൻ ഫെമിനിനെ സംബന്ധിച്ചിടത്തോളം വൂണ്ട് ഭയങ്കര ഹിഡൻ ആണല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുറമേന്ന് ട്രിഗർ ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തില് അനുഗ്രഹമാണ്. കാരണം അത് അനുഭവിക്കുമ്പോ അങ്ങനെയല്ല, അവരുടെ പ്രവൃത്തി നല്ലതല്ല, എന്നാലും അവരുടെ ആ ഒരു എക്സ്ട്രാക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ കംപ്ലീറ്റ്ലി നമ്മുടെ വൂഡിനെ ഡയറക്ട്ലി നമുക്കൊരു മിറർ പോലെ നോക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു.
അപ്പോ നമുക്ക് എങ്ങനെ ഈ മെട്രിക്സ് സോൾ വൂണ്ടിനെ ഊറ്റി കുടിക്കുന്നു എന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ഒരു അൺഹീൽഡ് സോൾ വൂണ്ടിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി അത് എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ വൂണ്ട് ഉണ്ടെങ്കിൽ അത് പുറത്തൊരാൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രിഡേറ്ററി നാച്ചുറൽ ഒരാൾക്ക് സോൾ വൂണ്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സോളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാണാൻ കഴിയും. മാസ്കുലിൻ കളക്റ്റീവിന് അത് കാണാൻ കഴിയും. അപ്പോ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ കഴിയും. വൂണ്ടുള്ള ഒരാളെ മനസ്സിലാക്കാൻ കഴിയുകയും വൂണ്ടുള്ള ഒരാളെ മനസ്സിലാക്കാൻ കഴിയുകയും അതിനെ അവര് എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ സോൾ വൂണ്ടുള്ള ഒരാള് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഇവരേക്ക് എമിറ്റ് ചെയ്യും. അപ്പൊ ഇവരെ നമ്മൾ അട്രാക്ട് ചെയ്യും. സോഴ്സിനെ നമ്മുടെ ഉള്ളിൽ സോഴ്സ് ലീക്ക് ആവുന്നുണ്ടെങ്കിൽ ആ സോഴ്സ് വേണ്ടവരെ നമ്മൾ അട്രാക്ട് ചെയ്യും. എന്നാല് നമുക്ക് ഇതിനൊരു പോസിറ്റീവ് വശം കൂടി ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മിററിങ്ങിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ സോഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഡിവൈൻ മാസ്കുലിൻ എനർജി ബിൽഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഡിവൈൻ ഫെമിനിൻസിനെ കഴിയും. അത് അവളെ ട്രൂലി ഒരു ഡിവൈൻ ഫെമിനിൻ എസൻസ് ആക്കി ഉയർത്തുന്നതായിരിക്കും. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എസൻസ് ആക്കി ഉയർത്തുന്നതായിരിക്കും. അതാണ് അവളുടെ ആ ഒരു ലക്ഷ്മി സ്വരൂപം എന്ന് പറയുന്നത്. നമ്മുടെ ശക്തി സ്വരൂപത്തിൽ നിന്ന് ലക്ഷ്മി സ്വരൂപത്തിലേക്ക് വളരെ കാം ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള അവളുടെ സോഴ്സ് ഡിവൈൻ മാസ്കുലിൻ എനർജി കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്വരൂപത്തിലേക്ക് അവളെ ഉയർത്താൻ കഴിയുകയും ചെയ്യും. ഇതാണ് സോൾസ്റ്റൈസിൽ എനിക്ക് നിങ്ങളോടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിവൈൻ ഫെമിനിൻ കളക്റ്റീവിന്റെ ശക്തി സ്വരൂപത്തിൽ നിന്ന് ലക്ഷ്മി സ്വരൂപത്തിലേക്കുള്ള ഈ ഒരു മാറ്റം അത് പറയുന്നത് അവളുടെ ശക്തി പിൻവലിച്ചു എന്നുള്ളതല്ല, അവളെന്താണ് അവളുടെ ആയുധങ്ങൾ താഴെ വെച്ചു എന്നുള്ളതാണ്. അതിനർത്ഥം ശക്തി എന്നതിന് ലക്ഷ്മി സ്വരൂപത്തിന് പവർ ഇല്ല എന്നല്ല, ലക്ഷ്മി സ്വരൂപമാണ്. പവർ തൽക്കാലത്തിലേക്ക് ആ ഒരു ഡിഫൻസ് വേണ്ട എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയും അവള് നമ്മുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിന്റെ ഒരു രൂപം ആണ്, പ്രതീകമാണ്. കാരണം അതിനർത്ഥം അവിടെ ഡിവൈൻ മാസ്കുലിൻ ബാലൻസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മള് എപ്പോഴും ശക്തി സ്വരൂപത്തിനെ കണ്ട് ശീലിച്ച ഡിവൈൻ ഫെമിനിന് ലക്ഷ്മി സ്വരൂപത്തിനെ കാണുമ്പോൾ എന്താണ് വളരെ ഫെമിലിയർ അല്ലാന്ന് തോന്നാം, ലക്ഷ്മിക്ക് ശക്തി ഇല്ല എന്ന് തോന്നാം. എന്നാൽ ലക്ഷ്മിയാണ് ഏറ്റവും ശക്തിയുള്ള ഒരു സ്വരൂപം എന്ന് പറയുന്നത്. കാരണം അവൾ എന്താണ് അവളുടെ സോഴ്സ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അവള് ആയുധം എടുക്കാത്തവളല്ല, അവൾ ആയുധം താഴെ വെച്ചവളാണ്. അതിന്റെ ആവശ്യകത ഇല്ല എന്ന് അവളുടെ ആ ഒരു ബീയിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ്. അവൾ ആയുധമായവളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് അവൾക്ക് മനസ്സിലായി ടോട്ടലി എന്താണ് യൂണിവേഴ്സ് നല്ലതിനു വേണ്ടി പൊരുതാത്ത ഒരു യൂണിവേഴ്സ് അല്ല. നമ്മുടെ ഡിവൈൻ ഫെമിനിൻ എപ്പോഴും കരുതും ഹീൽഡ് അല്ലെങ്കിൽ നമ്മൾ പൊരുതണം നല്ലതിന് വേണ്ടി എന്നുള്ളൊരു കാര്യം. പക്ഷെ യൂണിവേഴ്സൽ ബാലൻസ് എന്ന് പറയുന്നത് ഈ ഒരു കർമ്മ നിറവേറ്റുന്നുണ്ട്. യൂണിവേഴ്സിന്റെ ആ ഒരു നാച്ചുർ അങ്ങനെയാണ്. യൂണിവേഴ്സിന്റെ നാച്ചുർ എന്താണ്? പ്രൊട്ടക്റ്റീവ് ആണ്, എനർജി ബാലൻസിങ് ആണ്. അതുകൊണ്ട് അവൾക്ക് ശാന്തമായി ഒരിക്കല് ഇരിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയവളാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സിന്റെ തന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റിന്റെ സംരക്ഷണത്തില് ആണ്. ആ ഒരു ബ്ലൂ പ്രിന്റിൽ വിശ്വസിക്കാം എന്ന് കരുതുന്നവളാണ് ലക്ഷ്മി. അതുകൊണ്ട് അവളുടെ സോൾ വൂണ്ട് ഹീലായവളാണ് ലക്ഷ്മി. അപ്പൊ നിങ്ങളുടെ സോൾ വൂണ്ട് ഹീലായിട്ടുള്ള നിങ്ങളുടെ ഭാവമാണ് ലക്ഷ്മി ഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഡിവൈൻ ഫെമിനിൻസിന് ഈ സോൾ സ്റ്റൈസിലേക്കുള്ള കോളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈ ലക്ഷ്മി ഭാവത്തിലേക്കുള്ള ഒരു കോളിംഗ് ആണ്. നമ്മുടെ എക്സ്ട്രാക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം, ചുരുങ്ങി നോക്കാം. ഞാൻ പറഞ്ഞു സോൾ വൂണ്ട് ഉള്ള ഒരാൾ എന്താണ് വളരെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി പുറത്തേക്ക് കൊടുക്കും.
ലോ വൈബ്രേഷണൽ ഡൈനാമിക്സിന് അത് പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയും. മനിപ്പുലേറ്റീവോ പാരസിറ്റിക് ആയിട്ടുള്ള എനർജി സിസ്റ്റംസ് നമ്മുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളിനെ അല്ല അറ്റാക്ക് ചെയ്യുക, അവര് നമ്മുടെ വൂണ്ട് അല്ലെങ്കിൽ നമ്മുടെ വേദനകളെയാണ് ലക്ഷ്യം വെക്കുക. അപ്പൊ നമുക്ക് എത്ര കഴിവുകൾ ഉണ്ടായാലും എത്ര സ്ട്രെങ്ത് ഉണ്ടായാലും ഹ്യൂമൻ എന്ന രീതിയിൽ എത്ര എനർജറ്റിക്കലി വൈബ്രന്റ് ആണ് നമ്മുടെ DNA എന്ന് വെച്ചാൽ പോലും നമുക്ക് സോൾ വൂണ്ട് ഉണ്ടെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ഡൈനാമിക്സുകൾ നമ്മൾ അട്രാക്ട് ചെയ്യും. നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പുകൾ, പ്രിഡാക്ടറി, സൈക്കോപാത്ത് ആയി ബന്ധപ്പെട്ടുള്ള സൈക്കോപതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസുകൾ അതൊക്കെ നമ്മൾ അട്രാക്ട് ചെയ്യും. കാരണം എന്ന് പറയുന്നത് നമ്മുടെ എസെൻസ് നമ്മുടെ സോളിലാണ് ഇരിക്കുന്നത്. പുറമേ കാണുന്ന കഴിവുകളും പുറമേ കാണുന്ന അച്ചീവ്മെന്റുകളും സ്ട്രെങ്ത്തുകളും അതൊക്കെ നമ്മുടെ സോളിനെ നന്നാക്കിയിട്ടില്ലെങ്കിൽ അതൊന്നിനും കൊള്ളില്ല. അത് നമ്മുടെ കഴിവുകളൊന്നല്ല, അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, സോഴ്സിൽ നിന്ന് വരുന്നതല്ല. നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് തന്നെയാണ് പലപ്പോഴും കഴിവുകൾ എന്ന് പറയുന്നത്. അത് നമുക്കിപ്പോ മനസ്സിലാവില്ല. പിന്നീട് നമ്മൾ നമ്മുടെ സോഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് സോഴ്സിൽ നിന്ന് കഴിവുകൾ ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം തുച്ഛമായിട്ടാണ് നമ്മളൊരു കഴിവുള്ള ആളെന്ന് നമ്മളെ വിളിച്ചിരുന്നത്. സോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കഴിവ് എന്ന് പറയുന്നത്? എന്താണ്? സോഴ്സിനെ ബഹുമാനിക്കുന്നത് തന്നെയാണ്. അതിൽ നിന്ന് എല്ലാ കഴിവുകളും ലഭിക്കും. സോഴ്സിന്റെ അതൊരു നിധി പോലെയല്ലേ സോഴ്സിലെല്ലാം ഉണ്ട്. നമ്മുടെ പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാ കഴിവുകളും ഉണ്ട്. എന്നാൽ അതിനെ റെസ്പെക്ട് ചെയ്യാനുള്ള കഴിവ് അത് മാത്രം മതി. നമുക്ക് നമ്മുടേതായിട്ട് ഒന്നുമില്ലാന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഡിവൈൻ മാസ്കുലിൻ കളക്റ്റീവിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയും. അവര് നമ്മളിൽ നിന്നൊന്നും എടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളിൽ ഫാൾസ് ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു, അവര് അതിനെ എലിമിനേറ്റ് ചെയ്തു. അവര് നമ്മുടെ സോൾ വൂണ്ടിനെ ടാർഗറ്റ് ചെയ്തു. കാരണം എന്താ? അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സോളിലുള്ള പ്രശ്നമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യം. ബാക്കി കഴിവുകളോ നമ്മൾ സൊസൈറ്റിയിൽ പിടിച്ചു നിർത്തി പെർഫോം ചെയ്ത് കിട്ടിയ കാര്യങ്ങളോ ഒക്കെ എന്താണ്, അതൊന്നും നമ്മുടേതല്ല. അത് വളരെ ഫാൾസ് ആയിട്ട് നമ്മൾ മെട്രിക്സിൽ നിന്ന് തന്നെ പഠിച്ചെടുത്തതാണ്. അത് നമ്മുടെ ഒരു പെർഫോമൻസ് ആണ്. നമുക്ക് വാലിഡേഷൻ ലഭിക്കുന്നതിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ യഥാർത്ഥമായി നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ എന്ന് പറയുന്നത് അത് ജസ്റ്റ് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ ഓറ ഉണ്ടാവും. നമ്മുടെ ഓറ തന്നെയാണ് നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഴിവായിട്ട് നിൽക്കുന്നത്. അത് നമ്മുടെ എസെൻസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നനുസരിച്ചിരിക്കും നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര റിസീവിങ് ആണോ അത്രയ്ക്ക് നമുക്ക് കഴിവുകൾ കിട്ടും. എന്നാലും കഴിവുകൾ നമ്മൾ ചോദിച്ചില്ലെങ്കിലും എന്താണ്, നമ്മള് സോഴ്സ് ആണ് എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് തന്നെ നമ്മൾ സോഴ്സ് തന്നെയാണ്, അതിന്റെ എല്ലാ കഴിവുകളും ഉള്ള ഒരാൾ തന്നെയാണ്. നമുക്ക് പുറമേക്ക് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും നമ്മൾ ആ ജീവിതത്തിൽ ഹംബിൾനെസ് നമുക്ക് കാണിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മാനിപ്പുലേറ്റീവ് അല്ലെങ്കിൽ പാരസിറ്റിക് ആയിട്ടുള്ള എനർജി സിസ്റ്റംസ് നമ്മുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കഴിവുകളല്ല ടാർഗറ്റ് ചെയ്യുക. പകരം എന്താണ്, നമ്മുടെ ആത്മാവിന്റെ മുറിവുകളെയാണ്. ഇപ്പോ നമ്മുടെ ആ ഒരു മുറിവ് പറയുകയാണ്, ഞാൻ പുറമേ കാണുന്ന ഒരു വൾനറബിൾ ആയിട്ടുള്ള ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കണം. അതിനെ സേഫ് ആക്കിയാലേ ഞാൻ സേഫ് ആകൂ എന്ന് ഉണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ ഇന്നർ ചൈൽഡിന്റെ ഒരു പുറത്തെ ഒരു പ്രതീകമാണല്ലേ. അപ്പൊ അർത്ഥം എന്താണ്, നമ്മുടെ ഉള്ളിൽ ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട്. രക്ഷിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ഉള്ളിലെ തന്നെ ആ മുറിവിലൂടെ ഉണ്ടാവുന്ന സോഴ്സിന്റെ സോഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. നമ്മളെ തന്നെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. നമ്മൾ പുറമേ കാണുന്ന ഒരു വൾനറബിൾ ആയിട്ടുള്ള ഒരു ഭാഗം അതെപ്പോഴും ഹർട്ട് ആവുന്നുണ്ടെങ്കിൽ എന്താണ്, അത് നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ സോളിന്റെ ആ ഒരു കോളിംഗ് ആണ് നമ്മുടെ ഉള്ളിലെ സോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. അപ്പോ പലപ്പോഴും ഇത്തരത്തില് സോൾ കൊണ്ടിട്ടെങ്കിൽ പുറമേ ഉള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു വൾനറബിൾ ആയിട്ടുള്ള ഒരാളെ രക്ഷിക്കണം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു മാനിപ്പുലേറ്ററിന്റെയും എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു എമർജൻസി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അതെന്താ, പെട്ടെന്ന് തന്നെ അവര് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ ഉള്ളിലെ ആ ഒരു വൂണ്ടിനെ പെട്ടെന്ന് തന്നെ അത് ആക്ടിവേറ്റ് ആക്കും. നമ്മുടെ ആ ഒരു റോ ആയിട്ടുള്ള നാഡിയെ അത്
ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മുടെ നാഡീവ്യൂഹം പാനിക്കിലേക്ക് പോവും. അത് റിപ്പയർ ചെയ്യാൻ നോക്കും കാര്യങ്ങൾ. നമ്മൾ തന്നെ ശരിയാക്കണം. നമ്മുടെ ഫിക്സിംഗ് മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ പറഞ്ഞയക്കും. നമ്മൾ പെട്ടെന്ന് തന്നെ റഷ് ചെയ്ത് ആ സ്ഥലത്തേക്ക് വരികയും നമ്മുടെ ഒരുപാട് പ്യുവർ ആയിട്ടുള്ള സോഴ്സ് എനർജി വേസ്റ്റ് ആക്കുകയും ആ ഒരു സിറ്റുവേഷന് വേണ്ടി വേസ്റ്റ് ആക്കുകയും ചെയ്യും. പക്ഷെ അതൊരു മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്രൈസിസ് ആയിരുന്നു അല്ലെ. അവരത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇങ്ങനെ എത്രമാത്രം സിറ്റുവേഷൻസ് ഉണ്ടാക്കിയാൽ നമ്മുടെ ലൈഫിനെ അത് പിന്നിലേക്ക് പിടിച്ചു വലിക്കും അല്ലെ. നമ്മൾ എന്താ എപ്പോഴും പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ വൂണ്ട് എവിടെയായിരുന്നു? വൂണ്ട് നമ്മുടെ ഉള്ളിലായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു മാനിപ്പുലേറ്റർ സക്സസ്ഫുള്ളി നമ്മുടെ എനർജി ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കും. അപ്പോ നമ്മൾ കരുതും അവർക്ക് വേണ്ടത് എനർജി ആണെന്ന്. പക്ഷെ ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ വൂൺസ് കാണിച്ചു തരാണ്. അവര് വൂണ്ടിലാണ്. അതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. വൂണ്ടുള്ളവരെ നമ്മൾ അട്രാക്ട് ചെയ്യില്ല നമുക്ക് വൂണ്ടുള്ളപ്പോ. ഇനി ഈ വൂണ്ട് ഒരിക്കൽ കൊളാപ്സ് ചെയ്യും. നമ്മുടെ ആത്മാവിന്റെ മുറിവുകൾ ഒരിക്കൽ കൊളാപ്സ് ചെയ്യും. ഒരിക്കൽ അതൊക്കെ തകർന്ന് വീഴും. അത് നമ്മുടെ സിംഹാസനമായിട്ട് രൂപാന്തരം പ്രാപിക്കും. നമ്മുടെ ആത്മാവിന്റെ മുറിവുകളെ അത് ഹീലാവുന്നത്, അത് ഉണങ്ങുന്നത് നമ്മൾ അതിനെ ട്രിഗർ ചെയ്യുന്ന ആളുകളെ ഫൈറ്റ് ചെയ്തിട്ടല്ല, അവരോട് തല്ലുകൂടിയിട്ടല്ല. നമ്മുടെ ശാന്തതയെ, നമ്മുടെ ശാന്തമായിട്ടുള്ള സ്റ്റിൽനെസ്സില്, നമ്മുടെ സാക്രഡ് ആയിട്ടുള്ള പവിത്രമായിട്ടുള്ള നിശബ്ദതയിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് അത് ഹീലാവുന്നത്. നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ പ്രശ്നമല്ല, യൂണിവേഴ്സിന് പ്രശ്നം സംഭവിച്ചിട്ടില്ല. യൂണിവേഴ്സ് എന്താണ്, എല്ലാതും ബാലൻസ് ചെയ്യും. ഇതാണ് നമ്മുടെ ലക്ഷ്മി സ്വരൂപം. അറിവാണ് നമ്മളെ ലക്ഷ്മി ആക്കുന്നത്. ഇപ്പോ നമ്മളെപ്പോഴാണോ ഇത്തരത്തിൽ ഒരാള് ഒരു ക്രൈസിസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് നമ്മുടെ എനർജി ഊറ്റാൻ വേണ്ടിയിട്ട്, അവിടെ നമ്മള് ശാന്തമായി, പെർഫെക്റ്റ്ലി ശാന്തമായി നിൽക്കാൻ പഠിക്കുമ്പോൾ, നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ സ്വന്തം ബ്ലൂ പ്രിന്റിനെ ഓർക്കുകയാണ്. നമ്മൾ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണ്. നമ്മുടെ വലിയ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ആ ഒരു പ്രൈമൽ ആയിട്ടുള്ള നുണയെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത് നിർത്തുകയാണ്. ഇതാണ് നമുക്ക് വരുന്ന മാറ്റം. ഇതാണ് നമുക്ക് വരേണ്ട മാറ്റം ഡിവൈൻ ഫെമിനിൻസ്. അപ്പോ നമ്മൾ ശാന്തമായി ഇരിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലെ മുറിവുള്ള, പേടിപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്തിനോട് നമ്മൾ പറയുകയാണ്, നമ്മളിനി കൊടുങ്കാറ്റിലേക്ക് ഇറങ്ങുന്നില്ല. ഒരു യുദ്ധത്തിനായിട്ട് യൂണിവേഴ്സ് അതിന്റെ ബാലൻസ് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ ഇവിടെ സേഫ് ആണ്. പണ്ടത്തെ നമ്മുടെ അലൈൻമെന്റ് എന്തായിരുന്നു? പണ്ടത്തെ നമ്മുടെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലീക്ക് ആവുന്നു എന്നതായിരുന്നു. അങ്ങനെ നമുക്ക് സോൾ കൊണ്ട് ട്രിഗർ ആവുന്നു. അപ്പൊ സോൾ കൊണ്ട് ഒരാൾ സോൾ കൊണ്ട് ട്രിഗർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ ഹൈപ്പർ വിജിലൻസിലേക്ക് നമ്മുടെ കവച കുണ്ടലങ്ങൾ ഇടാൻ തുടങ്ങും, ആമർ ഇടാൻ തുടങ്ങും. അപ്പൊ അവര് എനർജി എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകും. പകരം എന്താ, നമ്മുടെ സോള് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. സോളിൽ നിന്ന് എനർജി പോയിക്കൊണ്ടിരിക്കും. പുതിയ അലൈൻമെന്റ് എന്താണ്? അതെന്താണ്? നമ്മുടെ ലക്ഷ്മി സ്വരൂപം. ലക്ഷ്മി സ്വരൂപത്തിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വൂണ്ട്, നമ്മുടെ മുറിവ് എന്ന് പറയുന്നത് എന്താണ്? അത് നിശബ്ദതയെ മീറ്റ് ചെയ്യുന്നു. നമ്മുടെ ഡിറ്റാച്ച്മെന്റ് പ്രവൃത്തിയിൽ നമ്മൾ കൊണ്ടുവരുന്നു. എനർജി എന്താണ്? അത് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നമ്മൾ സംരക്ഷിക്കുന്ന എനർജിയാണ്. നമ്മൾ സംരക്ഷിക്കപ്പെട്ടു. അവിടെ നമ്മൾ എന്താണ്? ഒരു സ്വതന്ത്രമായ ഒരു
സാന്നിധ്യമായിട്ട് മാറി. നീ നമ്മുടെ സോള് കൊണ്ട് അവസാനം ഹീൽ ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു അല്ലെ. ഡിവൈൻ ഫെമിനിൻസ് ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ, പാറ്റേൺസ് ഹീൽ ചെയ്യുമ്പോൾ അവൾ ചെയ്യുന്നത് അവളുടെ സോൾ കൊണ്ട് ഹീൽ ചെയ്യുകയാണ്. സോൾ കൊണ്ട് അവസാനം ഹീൽ ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു. നമ്മുടെ പഴയ വളരെ ഹൈപ്പർ വിജിലന്റ് ആയിട്ട് ഇരുന്നിരുന്ന പോരാളി വേർഷൻ അത് തിരിച്ചിറങ്ങി യുദ്ധം അവസാനിച്ചു. കാരണം മനസ്സിലായി അവർക്ക് യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലായിരുന്നു. യൂണിവേഴ്സ് അതിന്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു സ്പേസ് നമുക്ക് കിട്ടും. പിന്നെ അല്ലെ, നമ്മുടെ ഒരുപാട് എനർജി ചോർന്നു പോയിരുന്ന ആ ഒരു സ്പേസ് നമുക്കൊരു ശൂന്യതയായിട്ട് ലഭിക്കും. അവിടെയാണ് നമ്മളുടെ ആത്മീയമായ അതോറിറ്റി ഉറവിടുന്നത്. തുടക്കത്തിൽ തന്നെ ഡിവൈൻ ഫെമിനിൻസ് ശാന്തതയിലേക്ക് അട്രാക്റ്റഡ് ആവാത്തതിന് കാരണം എന്താണ്? അവളുടെ സോൾ വൂൺസ് ആക്റ്റീവ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. അവള് സോൾ വൂൺസ് ഹീൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവള് പതുക്കെ ഡ്രാമയിൽ നിന്ന് പീസിലേക്ക്, സമാധാനത്തിലേക്ക് അട്രാക്ട് ആവുന്നതായിട്ട് കാണാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൾ അവിടെ മനസ്സിലാക്കുന്നു. ഏറ്റവും ഔന്നത്യത്തിലുള്ള ശക്തി, പവർ എന്താണ്? നമ്മുടെ വാള് പൊക്കുന്നതല്ല നമ്മളെ സംരക്ഷിക്കാനായിട്ട്. പകരം എന്താണ്? നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ക്ലാരിറ്റി, ഒരു പ്രത്യേക തരത്തിലുള്ള സെർട്ടൈനിറ്റി കിട്ടും. എന്തിനെ പറ്റി? നമ്മുടെ സ്രോതസ്സുമായിട്ടുള്ള കണക്ഷനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ കണക്ഷൻ, സോഴ്സുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ അബണ്ടന്റ് ആണ്, വളരെ മാസീവ് ആണ്, വളരെ സെക്യൂർ ആണ് എന്നുള്ളൊരു കാര്യം. ചെളി അതിൽ തട്ടില്ല എന്നുള്ളൊരു കാര്യം. ഒരു തരത്തിലുള്ള ജീവന്റെ എലമെന്റ്സും ഒരു തരത്തിലുള്ള ജീവിതത്തിന്റെ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അതിനെ ബാധിക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോ നമ്മുടെ വൂണ്ട് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ച, നമ്മുടെ സോഴ്സിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പഠിപ്പിച്ച ഒരു വാതിലായിരുന്നു അത് അല്ലെ. അപ്പോ നമ്മുടെ നിലം എങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ എനർജീനെ എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്ന് നമ്മളെ സോൾ കൊണ്ട് പഠിപ്പിച്ചു. അങ്ങനെ നമ്മുടെ സോൾ കൊണ്ട് ക്ലോസ് ആയി. പകരം എന്താണ്? നമ്മുടെ പുതിയൊരു ഭാവം ഉടലെടുക്കുകയാണ്. ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോ ഇനി നിങ്ങൾക്ക് ഞാനുമായി സെഷൻസ് ബുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ എബൌട്ട് സെഷനിലുള്ള ലിങ്കില് ഒരു സെഷൻ, പ്രൈവറ്റ് സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സെഷൻസ് അല്ലെങ്കിൽ ഒരു സെഷൻ ഒറ്റയ്ക്കായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ചാനലിൽ നിന്ന് കൂടുതൽ ഡിവൈൻ ടൈമിംഗ് ഡൗൺലോഡ്സ് ലഭിക്കാൻ ചാനൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ കാണാൻ സാധിക്കും. കോഴ്സസിനായിട്ട് കോഴ്സസ് ടാബ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 2 തരത്തിലുള്ള കോഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ എനർജി പ്യൂരിഫൈ ചെയ്യാനും, രണ്ടാമത്തത് നിങ്ങളുടെ ചാനലിങ് ശരിയാക്കാനും, നിങ്ങൾക്ക് സോഴ്സിലേക്കുള്ള കണക്ഷൻ ശരിയാക്കാനും. അപ്പൊ നിങ്ങൾക്ക് ഒരു ചാനൽ ആവാൻ അതെങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇഷ്ടമുള്ള വീഡിയോസ് ചിലത് മെമ്പേഴ്സ് ഓൺലി ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോ അവിടെ ക്ലിക്ക് ചെയ്താൽ ഏത് കമ്മ്യൂണിറ്റിയിലാണ്
ഏത് വീഡിയോസ് ആണ് ഉള്ളത് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ കഴിയും. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.